രാഷ്ട്രീയ പ്രവർത്തകൻ ജോയൽ ആന്റണിയുടെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ചെന്ന പരാതിയിൽ പോലീസിനെ ന്യായീകരിച്ച് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന രാജ്പാൽ മീണ നൽകിയ റിപ്പോർട്ട് പുറത്ത്. അസ്വാഭാവികമായി സംഭവിച്ചതാണ് എന്നും മുഖ്യമന്ത്രിക്ക് മാർഗതടസ്സം ഉണ്ടാകാതിരിക്കാൻ ചെയ്തതാണ് എന്നുമാണ് റിപ്പോർട്ട്. 2023 നവകേരള യാത്രക്കിടെയായിരുന്നു പിണറായി പോലീസിന്റെ രക്ഷാപ്രവർത്തനം. ഒരു 40-50 മീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുന്നത്. ആ സമയത്താണ് പോലീസുകാരൻ എൻ്റെ കഴുത്തിന് കയറി പിടിച്ച് എന്നെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം, എൻ്റെ നാക്കടക്കം വെളി വന്ന വിഷ്വൽസും ഫോട്ടോസും പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴും. കാര്യം നമ്മൾ വാഹനത്തിന് അടുത്തെത്തിയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ വാഹനം പാസ്സായി കഴിഞ്ഞു. അന്നേരപ്പോഴാണ് ഇദ്ദേഹം കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം വിടാൻ തയ്യാറായില്ല. മറ്റൊരു പോലീസുകാരൻ വന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് മാറ്റുമ്പോഴാണ് വിടുന്നത്. കോഴിക്കോട് DCP ആയിരുന്ന കെ ബൈജു സാറാണ് എൻ്റെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ പറ്റില്ല. എൻ്റെ ചുറ്റിനും പോലീസുകാരുണ്ടായിരുന്നു. എൻ്റെ കൈയും കാലും എല്ലാം പോലീസുകാരാണ് വെച്ചാൽ എന്നെ ഫുള്ള് പോലീസുകാരുടെ കയ്യിലായിരുന്നു. ഹാങ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഒരു ഷർട്ടൊക്കെ നമ്മൾ ഹാങ് ചെയ്തിരുന്ന പോലെ എന്നെ ഹാങ് ചെയ്തിട്ടേക്കുമായിരുന്നു. വാഹനം പാസ് ചെയ്ത് കുറേ നേരം എന്നെ അങ്ങനെ ചെയ്തു. അത്രയും ക്യാമറകളും ഒരു പൊതു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഇത്തരത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ ഒരു ക്യാമറ പോലും ഇല്ലാത്ത സ്ഥലത്തിൽ ഇത്തരത്തിലുള്ള പോലീസുകാർ ഏത് രീതിയിലായിരിക്കും പെരുമാറുക എന്ന് ഒരു സംശയമുണ്ട്. ശിവദാസ് കർമ്മനുമാണ് ചേരുന്നത്. ശിവദാസ്, ഈ ജോയൽ ആന്റണിയുടെ പ്രതികരണം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു, തൻ്റെ കണ്ണുകൾ തള്ളി വന്നു എന്നടക്കം അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ഗുരുതരമായ സംഭവത്തെയാണ് പോലീസ് ന്യായീകരിക്കുന്നത്. അതായത് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന രാജ്പാൽ മീണ പറയുന്നത് അതൊരു അസ്വാഭാവിക സംഭവമാണ് എന്ന്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, 2023 നവംബർ മാസത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. അന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് കോഴിക്കോട് ജില്ലയിൽ നടന്നിരുന്നു. 4 നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു ഒരുമിച്ചുള്ള നവകേരള സദസ്സ് നടന്നിരുന്നത്. ഈ സമയത്ത് മുഖ്യമന്ത്രി കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ചില പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഈ സമയത്താണ് ജോയൽ ആന്റണിയും സംഘവും ഇതുവഴി വന്നത്. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ സമയത്ത് മുഖ്യമന്ത്രി കടന്നുപോയ ശേഷവും ഇവരെ പോലീസുകാർ ഉപദ്രവിക്കുകയായിരുന്നു. അതായത് മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ കഴുത്തിന് പിടിച്ച ഏറെ നേരം ശ്വാസം മുട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ജോയൽ ആന്റണി പറയുന്നത്. DCP കൂടിയായിരുന്ന വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ഉപദ്രവം നടത്തിയിരിക്കുന്നത്. ഏറെ നേരം കഴുത്തിന് കുത്തിപ്പിടിക്കുകയും കണ്ണ് പുറത്തേക്ക് തള്ളി വരികയും അതോടൊപ്പം തന്നെ നാക്ക് അടക്കം പുറത്തേക്ക് തള്ളി വരികയും ചെയ്തു, കൂടാതെ മർദ്ദിക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിൽ കൃത്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോഴും ഈ ഒരു വീഡിയോ അടക്കം പുറത്ത് വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായൊരു നടപടിയും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, പോലീസ് അസ്വാഭാവികമായൊരു നടപടി എന്ന രീതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇത് അസ്വാഭാവികമായൊരു നടപടി മാത്രമാണ്. ആ സമയത്ത് പോലീസിന് അത്തരത്തിലുള്ള നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമായിരുന്നു. കാരണം മുഖ്യമന്ത്രി ആ സമയത്ത് അതുവഴി പാസ് ചെയ്തിരുന്നു. ഈ സമയത്ത് കരിങ്കൊടി കാണിച്ചു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനം തടയുകയായിരുന്നുവെങ്കിൽ മറ്റുള്ള വാഹനമെല്ലാം തന്നെ കൂട്ടി ഇടിക്കുമായിരുന്നു. അത് വലിയൊരു അപകടം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പോലീസ് നൽകിയിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഉപദ്രവം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ റിപ്പോർട്ട് അത് ലഘൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. ഇപ്പോഴും പോലീസിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഖി, എന്തായാലും മുഖ്യമന്ത്രിക്ക് മാർഗ തടസ്സം ഉണ്ടാക്കിയപ്പോൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വളരെ അന്നും ലഘൂകരിച്ചിരുന്നു സംഭവത്തെ. ഇപ്പോൾ ആ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ സംഭവങ്ങളെല്ലാം നമ്മൾ ഓർത്തു പോവുകയാണ്. എന്തായാലും അവർക്കതൊരു രക്ഷാപ്രവർത്തനം മാത്രമാണ്.